എല്ലാവർക്കും അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ബഹാമാസിലാണ്. ഓക്കെ, ഒരു കരീബിയൻ ഐലൻഡ് ആണ് ബഹാമാസ്. അപ്പം ബഹാമാസിന്റെ ക്യാപിറ്റലായ നാസസിലാണ് കേട്ടോ നമ്മളിപ്പോൾ ഉള്ളത്. ഇത് കണ്ടോ, വൺ ഓഫ് ദ ബിസിയസ്റ്റ് പോർട്ട് ഇൻ കരീബിയൻ ആണ് ഈ നാസസ് എന്ന് പറയുന്നത്. ഒരു ദിവസം തന്നെ നമുക്ക് ഏകദേശം ഇവിടെ 6 ഷിപ്പ് ഡോക്ക് ചെയ്യാറുണ്ട്. ഇതാണ് ഞങ്ങൾ വന്ന ഷിപ്പ്, കാർണിവലിൻ്റെ തന്നെ ഗ്ലോറി. എനിക്ക് തോന്നുന്നു അപ്പുറത്തത് കരീബിയൻ ആണെന്ന് തോന്നുന്നു, റോയൽ കരീബിയൻ ആണെന്ന് തോന്നുന്നു. അപ്പം ഇതുപോലെ ഇങ്ങനെ നമുക്ക് ഓരോരോ ബ്രിഡ്ജ് പോലെയുണ്ട് ഓരോ ക്രൂസ് ഷിപ്പിൻ്റെ ഇതിൽ നിന്നും ഓരോ ടെർമിനലിൽ നിന്നും ഇറങ്ങാനായിട്ട് കേട്ടോ. ഇനി ഇതൊക്കെ വൺ ഓഫ് ദ ന്യൂവസ്റ്റ് ബിൽഡിംഗ് ആണെന്നാണ് കാണാൻ പറ്റിയത്. കഴിഞ്ഞ് റീസെൻ്റ്ലി ഇവരെ പരിചയമുണ്ടല്ലോ. Are you coming with us? You can join us. No? ഇവിടെ ബഹാമാസിലെ കുറച്ച് ടീമുകളെ കിട്ടിയിട്ടുണ്ട്. വന്നില്ലെന്നാ പറയുന്നത്. വാ, ഇവിടെ നമുക്ക് ID ചെക്ക് ചെയ്യും കേട്ടോ. അപ്പം എനിക്കൊന്ന് സെക്യൂരിറ്റി ചെക്കിൽ ഇവിടെ കാണിച്ചു കൊടുത്തു നോക്കാം. ക്രൂസ് ഇറങ്ങിയിട്ട് നമ്മൾ അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് നടക്കുക കേട്ടോ. ഇവിടെയാണ് കുറേ കടകളും സംഭവങ്ങളും ഉള്ളത്. ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട്, അതിന് എൻട്രി ഫീസ് ഉണ്ടോ എന്ന് ഐസൻ ചോദിക്കാൻ പോയേക്കുവാണ്. ഈ മ്യൂസിയത്തിൽ കയറണമെങ്കിൽ $15. ഇത് അവരുടെ എന്തോ ഒരു ഡ്രമ്മായിരിക്കുന്നത് കേട്ടോ. ഇവിടെ ഇങ്ങനെ തലമുടിയൊക്കെ ബ്രേഡ് ചെയ്യുന്ന സ്ഥലം കേട്ടോ. വൺ ഓഫ് ദ ബഹാമിയൻ ഡെലിക്കസി ആണ് ഈ കോങ് ആൻഡ് ചിക്കൻ. കോങ് എന്ന് പറയുന്നത് കേട്ടോ. ഇവിടുത്തെ കോങ് സാലഡാണ് വൺ ഓഫ് ദ ബെസ്റ്റ് തിങ് ദാറ്റ് യു ഹാവ് ടു ടേസ്റ്റ് എന്ന് എല്ലായിടത്തും പറയുന്നതും റിവ്യൂസിലൊക്കെ ഉള്ളത്. പക്ഷേ നമുക്ക് സീ ഫുഡ് കഴിക്കാൻ പേടിയാണ് പുറത്തുനിന്ന്. ഇവിടെ രാത്രിയാകുമ്പം ഇതുപോലെ ഇങ്ങനെ ഭയങ്കര സ്റ്റേഡിയവും ആ കാണുന്നതിൽ മൊത്തം ഇങ്ങനെ ലൈറ്റപ്പും ഒത്തിരി നല്ല വൈഡ് മ്യൂസിക്കും ഭയങ്കര ഒരു വൈബാണ് കേട്ടോ പറഞ്ഞത്. ഇവിടെ നിന്ന് നടക്കാനേ ഉള്ളൂ, എനിക്കൊന്ന് 15 മിനിറ്റ് നടക്കണം. ജങ്കനു ബീച്ച് എന്ന് പറയുന്ന നല്ല വൈറ്റ് സാൻഡ് ആൻഡ് ബ്ലൂ ഗ്രീൻ വാട്ടറുള്ള നല്ല ബീച്ചുണ്ട്. പക്ഷെ ഞങ്ങൾ മക്കളെയും കൊണ്ട് ഇത്രയും ദൂരം നടക്കാൻ പറ്റില്ലാത്ത കാരണം ഞങ്ങൾ പോയില്ല. പക്ഷേ അവിടെ ഇറങ്ങി കുളിക്കാനൊക്കെയുള്ള സൗകര്യമുണ്ട്. മറ്റേ ഫ്രീ പോർട്ടിലായിരുന്നെങ്കിൽ നമ്മൾ ടാക്സി വിളിച്ച് വേണമായിരുന്നു ബീച്ചിലേക്ക് പോകാനായിട്ട്. ഇവിടെ അപ്പുറത്തും ഇപ്പുറത്തും മൊത്തം കടകളാണ് കേട്ടോ. മൊത്തം ഒരു ഷോപ്പിംഗ് സെൻറ്റർ പോലെയാണ് ഇവിടെ കൂടുതലും. ഇവിടുന്ന് പിന്നെ നമുക്ക് ദൂരെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാനുള്ളതിനുള്ള ടാക്സിയൊക്കെ കിട്ടും. അങ്ങനെ എക്സ്പ്ലോർ ചെയ്യേണ്ടവർക്ക് അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് കേട്ടോ. ഇവിടെ മൊത്തം ഇങ്ങനെ റം കേക്ക് വിൽക്കാനിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഇവിടുത്തെ കുഞ്ഞു കുഞ്ഞു തെരുവിൽ കൂടെയാണ് പോണേ. കണ്ട ഇതുപോലെ ഇങ്ങനെ നമുക്ക് സ്കൂട്ടർ റെൻ്റ് ചെയ്യാൻ കിട്ടും കേട്ടോ. എന്നിട്ട് നമ്മൾക്ക് കാണാനുള്ളതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി, തിരിച്ചുകൊണ്ട് കൊടുത്താൽ മതി. പണ്ട് ഞങ്ങൾ കോസുമേലിന് പോയപ്പം ഇതുപോലെ ഇങ്ങനെ സ്കൂട്ടർ റെൻ്റ് ചെയ്ത് ആ ഐലൻഡ് മൊത്തം കറങ്ങിയായിരുന്നു. ഇത്തിരി പൈസയൊന്നുമില്ല കേട്ടോ. നിങ്ങാണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ സാധനം മേടിച്ചു. താങ്ക് യു. ഹായ്, ഹാപ്പി ആയാ കൊച്ചിന്? ഹാപ്പി ആയാ? ഷിപ്പ് ഇവിടെ കാണാം കേട്ടോ. ഇതുപോലെ ഇങ്ങനെ പല പല ഇടവഴികളുണ്ട്. ഏതെങ്കിലും ഒരു ഇടവഴി കൂടെ പോയാൽ മതി. നാട്ടിലിറങ്ങിയ ഒരു ഫീലല്ലേ, ഒരു മട്ടാഞ്ചേരി ആ ഒരു വൈപ്പിൻ ആ ഇടവനാഴികളും. ആകാശം കുറച്ച് ക്ലിയർ ആണെന്നേ ഉള്ളൂ. ഇതുപോലെ ടാക്സി കിട്ടും കേട്ടോ നമുക്ക് ഇവിടെ നിന്ന്. ഇനി വേറെ വല്ല ദൂര സ്ഥലങ്ങളിലേക്കും പോകണമെങ്കിൽ നടന്ന് നമ്മൾ തിരിച്ച് വീണ്ടും ക്രൂസ് ഷിപ്പിൻ്റെ അടുത്ത് എത്തിയിട്ടാ. ബഹാമാസിൽ വന്നു കഴിഞ്ഞാൽ കാണേണ്ട വൺ ഓഫ് ദ അട്രാക്ഷനാണ് ഈ കാണുന്ന അറ്റ്ലാന്റിസ് എന്ന് പറയുന്ന റിസോർട്ട്. വൺ ഓഫ് ദ ലക്ഷറിയസ് റിസോർട്ടാണ്. അവിടെ നമുക്ക് ക്രൂസിൽ വന്നവർക്കും വേണമെങ്കിൽ കയറി കാണാം. അവിടുത്തെ ഡേ പാസ് കിട്ടും. അപ്പോൾ അവിടെ നമുക്ക് അവരുടെ ഓൾ ഇൻക്ലൂസീവ് ആയിട്ടുള്ള എല്ലാ വിഭവങ്ങളും ലൈക്ക് ഭക്ഷണമൊക്കെ കഴിക്കാം. പിന്നെ അവിടുത്തെ അമ്യൂണിറ്റീസ് ഒക്കെ നമുക്ക് എൻജോയ് ചെയ്യാം. നാസസിലെ കാഴ്ചയൊക്കെ കണ്ട് തിരിച്ചു കയറുവാണ്.
അങ്ങനെ റോയൽ കരീബിയൻ, കാർണിവൽ ഗ്ലോറി ആൻഡ് കാർണിവൽ എലേഷൻ. ഇവിടെ തിരിച്ചു കയറുമ്പം നമ്മുടെ ബാഗ് മൊത്തം ചെക്ക് ചെയ്യും കേട്ടോ. നമ്മൾ ഇവിടെ നിന്ന് എന്തെങ്കിലും ഫുഡോ ലിക്കറോ അങ്ങനെ എന്തെങ്കിലും മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരിവിടെ മേടിച്ചു വെക്കും. അത് ഷിപ്പിൽ കയറ്റില്ല. ലാസ്റ്റ് ഡേ പോകാൻ നേരത്ത് നമുക്കത് അവർ തന്നു വിടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബാഗ് ചെക്ക് ചെയ്യാൻ കൊടുക്കേണ്ടി വരും. ഇങ്ങനെയുള്ള റാമ്പാണ് കേട്ടോ. കണ്ടോ, ഷിപ്പും ഇതും തമ്മിൽ ഇത്രയും ദൂരമുണ്ട്. ഓരോരോ സാധനങ്ങൾ വെച്ചേക്കുന്നുണ്ടോ. നമുക്കിങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട് ഒരു പാലം ഇങ്ങനെ ഇട്ടേക്കുക. ഇവിടുത്തെ എംപ്ലോയീസ് ഒക്കെ താമസിക്കുന്ന സ്ഥലമാട്ടോ അത്. സ്റ്റോറേജ് അങ്ങനെയൊക്കെ ഉള്ളതാണത്. ഇന്ന് എന്നെ ഉണ്ടാക്കിയേ ആണോ? എലിഫന്റ് ആണോ അത്? എലിഫന്റ് ആണോ അത്? ഞങ്ങൾ ഷിപ്പിൽ തിരിച്ചു വന്നു കഴിഞ്ഞിട്ടാട്ടോ ലഞ്ച് കഴിച്ചേ. ഇവിടെ ഇത്രയും വിഭവസമൃദ്ധമായ ലഞ്ച് ഉള്ളപ്പോൾ പിന്നെ പുറത്തുനിന്ന് നമ്മൾക്ക് പൈസ കൊടുത്ത് മേടിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ പുറമേ ഉള്ള വ്യൂ നോക്കിക്കോട്ടോ. ഷിപ്പിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയിൽ നിന്നുള്ള വ്യൂ ആ ബഹാമാസ്. ഇറങ്ങിയപ്പോൾ കണ്ട ഷിപ്പ്. ഇതിന് ഒത്തിരി ബാൽക്കണി റൂം ഉണ്ട് കേട്ടോ ഈ കാർണിവൽ ഗ്ലോറിക്ക്. ഈ എലേഷന് അത്ര ഇല്ല. നോക്കി എത്ര എണ്ണ നോക്കി ബാൽക്കണിയാവും കൂടുതലും. ഏറ്റവും സൂര്യ അസ്തമിക്കാറായപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട് അസ്തമയം കാണാനായിട്ട്. പക്ഷെ അത്രയ്ക്ക് തെളിച്ചമില്ല, കളേഴ്സൊക്കെ കുറവാണ്. മൂവിൽ നിന്നാണ് ഒരു പ്രത്യേക ഭംഗിയുണ്ട്. വലിയ റെസ്റ്റോറൻ്റ് എല്ലാം അടയ്ക്കുമ്പം ഇതുപോലെയുള്ള ബർഗർ സോണ് അവർ തുറക്കും കേട്ടോ. അപ്പം നമുക്ക് എപ്പോൾ വേണമെങ്കിലും എത്ര ബർഗറോ ഫ്രൈസോ എന്ത് വേണമെങ്കിലും കഴിക്കാം കേട്ടോ. ഞങ്ങളൊരു ചെറിയ കാപ്പിയൊക്കെ മേടിച്ചു. ഓക്കെ. Bye, people. Is that the arcade room? Look, it's right there. Oh, that's the place. It's the arcade room. Look. മോനെ അത് കാസിനോയാണ്. ഷിപ്പിന്റെ 14ാമത്തെ നിലയുടെ മേളിലാട്ടോ നമ്മൾ നിൽക്കണേ. ഇവിടെ ഇങ്ങനെ ഒത്തിരി കളിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഓ, ഇതിന്റെ മുകളിൽ ഇനിയുണ്ട്. 15ാമത്തെ നില. ക്രൂസ് ട്രിപ്പിൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റാണ് ഇതുപോലെയുള്ള ഡേ കെയർ. നമുക്ക് മക്കളെ അവിടെ ഡേ കെയറിലാക്കിയിട്ട് ഇപ്പോൾ പാരൻസിന് ജസ്റ്റ് ഒരു മീ ടൈം വേണമെന്നോ അല്ലെങ്കിൽ ഒരു അഡൾട്ടോളി ഷോയ്ക്ക് പോകണം, സ്വസ്ഥമായിട്ടിരുന്നൊരു പിള്ളേരില്ലാതെ ഒരു ഡേറ്റ് ടൈം ഡിന്നർ ഡേറ്റ് വേണമെന്നെങ്കിലൊക്കെ അവരവിടെ കൊണ്ടുവന്നാക്കിയാൽ മതി. മോർണിംഗ് 10 to 4 പിന്നെ നൈറ്റിൽ 7 to 10 ഉണ്ടാവും. അവർക്ക് അവിടെ ഇഷ്ടംപോലെ ആക്ടിവിറ്റീസ് ഉണ്ട്. നമുക്ക് പിന്നെ ഇതുപോലൊരു ഫോണും തരുവേ. അപ്പോൾ എന്തെങ്കിലും കറിയോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അവർ വിളിക്കും. ഷിപ്പിലത്തെ 2ാമത്തെ ദിവസം ക്യാപ്റ്റൻസ് ഡിന്നറാട്ടോ, ലൈക്ക് ഫോർമൽ ഡിന്നറാണ്. അപ്പോൾ അതിനകത്ത് അതിൻ്റെ പാർട്ടായിട്ട് എല്ലാവരും അവരുടെ ഹൈ ഓഫീസേഴ്സ് എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ സെറിമണിയാണ് കേട്ടോ താഴെ കാണുന്നത്. ഇതാണ് സലൂണും സ്പായും ഇവിടെയാട്ടോ. നല്ല കത്തി പൈസ ആയിരിക്കും മസാജ് ചെയ്യാനെല്ലാത്തിനും. അങ്ങനെ ഡേ 3 അവസാനിച്ചു. ഞങ്ങൾ പയ്യെ പോവാണ്. ഇനി നമ്മൾ ആദ്യം കൊണ്ടുവന്നാക്കിയ സ്ഥലത്തുനിന്ന് കൊച്ചിനെ വിളിച്ചുകൊണ്ട് വരണം. 10 മണി വരെ ഫ്രീ ആണ്. പക്ഷെ 10 മണിക്ക് ശേഷം അവർ പിള്ളേരെ നോക്കും. അതിന് $21 കൊടുക്കണം കേട്ടാ. എന്തൊക്കെ ചെയ്തു? മൂവി കണ്ടു, പിന്നെ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു തോന്നുന്നല്ലേ. നല്ലതാണല്ലോ. നാളെ പോകുന്നുണ്ടാ? ഓ എൻ്റെ അമ്മേ. അപ്പോൾ നമുക്ക് പിള്ളേരുടെ ശല്യമില്ലാതെ പാരൻസിനെ എൻജോയ് ചെയ്യണമെങ്കിൽ നല്ലൊരു ഇതാട്ടോ. കാരണം ഫ്രീ ആയിട്ട് അവർ പിള്ളേരെ നോക്കിത്തരും. ഇത് പ്ലാൻ ചെയ്ത പോലെ നമ്മളുടെ മറ്റേ എന്നാ പറയുന്നത് ഫോർമൽ ഡിന്നറൊന്നും ചെയ്യാൻ പറ്റിയില്ല. ചേട്ടായിക്ക് സുഖമില്ലാത്ത കാരണം. പറ്റുമെങ്കിൽ നമുക്ക് നാളെ പോവാം ഓക്കെ ആണെങ്കിൽ എന്നാണ് പ്ലാന്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക,
സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.